ആളുകൾ വിവരക്കേടുകളായി നൽകുകയും ചെയ്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലല്ലോ വാലല്ലോ. അവർ വിവരക്കേട് കൊണ്ട് സ്വയം പിഴച്ചു പോകുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ബിദ്അത്തുകാർക്ക് ഒരുപാട് അപകടങ്ങളുണ്ടെങ്കിൽ ആ ബിദ്അത്തിൽപ്പെട്ട യാതൊരു മതപരമായ വിവരവുമില്ലാത്ത ബാലുശ്ശേരിയ മൗലവിയെ പോലെയുള്ള ആളുകൾ എല്ലാ അപകടത്തിൻ്റെയും പുറമെ എക്സ്ട്രാ ചെയ്യുന്ന ചില അപകടങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അങ്ങേര് ഇവിടെ പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? ബാലുശ്ശേരി മൗലവി പ്രസംഗിക്കുമ്പോൾ പറയുന്ന തെളിവൊക്കെ ഉണ്ടല്ലോ, അത് നല്ല സിമെൻ്റൊക്കെ വെച്ച് നല്ല ഉറപ്പുള്ള കല്ലൊക്കെ വെച്ച് കെട്ടിപ്പൊന്തിച്ച ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ കട്ടിയുള്ള തെളിവാണ്. ആ ബാലുശ്ശേരി മൗലവി പറയാന്ന് പറയുന്നത് അയാളെ സദസ്സിലുള്ള ആരുമല്ല, അയാൾ തന്നെയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ഡയലോഗ് കേട്ടിട്ട് അയാൾ പറയുന്ന മതപ്രമാണങ്ങളുടെ ദുർബലത എത്ര ഉണ്ടെന്ന് ശേഷം നമുക്ക് പരിശോധിക്കാം. എന്താ മൂപ്പര ധൈര്യം എന്നറിയോ? മൂപ്പര് നല്ല സിമന്റ് പ്രൂഫ് തെളിവാ പറയാ. അയാള് പറയണ ഒന്നും വക്കൊട്ടിയ തെളിവല്ല. അയാളെ തെളിവിന് മാത്രമല്ല, അങ്ങേർക്ക് തന്നെ അത്യാവശ്യം വക്ക് പൊട്ടിയ കോലാണ്. എന്നിട്ട് അയാളാണ് വന്നിട്ട് പറയുന്നത് വക്ക് പൊട്ടിയ തെളിവൊന്നും പറയില്ല. അതാണ് അയാൾ നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് തീരെ ബലം ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആരാണിതൊക്കെ പറയണത്? അയാളെ പ്രസംഗം കഴിഞ്ഞു പോണ ഒരു ടീമല്ല, സദസ്സുപ്പെട്ട നാലാളല്ല. ഈ അളിയാക്ക് തന്നെയാണ്. അളിയാക്ക നല്ല കളിക്കാരനാന്ന് പറയണേ. ഇനി അങ്ങേര് പറയാണ് അയാൾ ഭയങ്കര തെളിവാണ് പറയാ. ഒന്നൊന്നര കിടിലൻ തെളിവാണ് ആള് പറയാ. ആരാ പറയണത്? ബാലുശ്ശേരി തന്നെ. അതാണ് ഇന്ന് മൂപ്പര് മുഴുവൻ തെളിവാണ് എന്ന് കരുതി നിങ്ങൾ ഇന്നലെ മൂപ്പര് തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് കരുതരുത്. ഇന്നലെയും മൂപ്പര് അതന്നെയാ പറഞ്ഞത്, എന്നും അതന്നെയാ പറയല്, തെളിവേ പറയാറുള്ളൂ. അപ്പോ ആ ബാലുശ്ശേരി മൗലവി എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി ചില വെട്ടുകിളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബാലുശ്ശേരി ആന ചേമ്പ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി പറയലല്ല ഇവിടെ ഉദ്ദേശം. പക്ഷെ അയാൾ ഇവിടെ ആരെയൊക്കെ വ്യക്തിപരമായി കടിച്ചു കയറാൻ കഴിയുന്നുണ്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മതരംഗത്ത് ആദരണീയരായ ഇമാമുമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ പുറന്തള്ളി അവരെയൊക്കെ ആക്ഷേപിച്ച് ഞാൻ പറയുന്നതൊരു മഹാസംഭവമാണ്, ആധികാരികമാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നതിൻ്റെ ആധികാരികത എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാലോ. അയാൾ പണ്ട് കാലങ്ങളിൽ വളരെ ആധികാരികമായി ഇങ്ങനെ സിമന്റ് പ്രൂഫിന്റെ തെളിവൊക്കെ വെച്ചിട്ട് ആളുകളുടെ മുന്നിൽ ചങ്കും കൊല്ലും വീർപ്പിച്ചു പറഞ്ഞൊരാശയമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസമാണ്. എന്താണ് ഹബീബായ തങ്ങളിലുള്ള വിശ്വാസമായി അയാൾ പറയുന്നത്? ഞാൻ അതിലേക്ക് വിശദമായി പോകല്ല, പലപ്പോഴും നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അയാൾ ഈ പറയുന്ന ആശയങ്ങളുടെ സിമന്റ് പ്രൂഫ് തെളിവെത്രണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. അയാൾ പറയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ്. ഇവിടെ നടന്ന പ്രസംഗത്തിൽ അയാളെക്കുറിച്ച് പറയുന്നുണ്ട് അയാളൊരു പച്ചയായ മനുഷ്യനാണ് എന്ന്. എന്നാൽ പണ്ട് ഹബീബായ തങ്ങളെ അയാൾ എങ്ങനെ വിശേഷിപ്പിച്ചോ അതേ പദം ഉപയോഗിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ചയായ മനുഷ്യനാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി. ഇങ്ങനെ ഒരു പ്രവാചകനെ മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമില്ല.
ഹബീബായ തങ്ങൾ ജനിച്ചതും ജീവിച്ചതും വഫാത്തായതും സാധാരണമല്ല. 40-ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അവിടെ നിന്ന് നിർവഹിക്കും മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തവിടത്തെ 40ന്റെ മുമ്പുള്ള ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ്. ഇന്നി ലാരിഫു അജറൻ യുസല്ലിമു അലയ്യാ. ആ മക്കായുടെ തെരുവിൽ നിന്ന് കല്ലുകൾ പോലും എന്നോട് സലാം പറയാറുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതിപ്പോ നമ്മൾ തോനെ തെളിവ് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാരണം എന്താ നിങ്ങള് ഇങ്ങനെ പണ്ട് സിമെന്റ് പ്രൂഫൊക്കെ വെച്ചിട്ട് 1.5 കട്ടിയും കനമുള്ള തെളിവൊക്കെ വെച്ചു പറഞ്ഞ ആ കാര്യം ഇന്ന് അയാൾക്ക് തന്നെ വിശ്വാസമല്ല. അതാ രസം. അയാളെ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട വേറൊരു മൗലവി പറയണേ, അള്ളാന്റെ ഹബീബ് ഇങ്ങനെ സാധാരണക്കാരനാന്ന് ഒരാൾ പറഞ്ഞാണ്ടല്ലോ, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. വിയർപ്പിന് പോലും കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട്. എന്റെ ഹബീബിന് വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞു? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന മുജാഹിദുകൾ വിശ്വസിക്കുന്നത്. അതാണ്. ആ മുജാഹിദിൽ ഇന്ന് ബാലുശ്ശേരി ഉണ്ടോ? പച്ചയായ മനുഷ്യനാണ്, സാധാരണക്കാരനായി ജനിച്ച ആളാണ്, സാധാരണക്കാരനായി ജീവിച്ച ആളാണ്, സാധാരണക്കാരനായി ചിന്തിച്ച ആളാണ് എന്ന് സഹോദരങ്ങളെ ഹബീബായ തങ്ങളെ കുറിച്ച് മൗലവി പരിചയപ്പെടുത്തിയൊരു കാലത്തെ അന്നും അയാളെ മുന്നിൽ അണ്ണാക്കൂടാതെ അയാൾ പറയുന്നതൊക്കെ സിമന്റ് പ്രൂഫ് തെളിവാന്ന് കരുതി വിശ്വസിച്ച് വിഴുങ്ങിപ്പോയ ആളുകൾ, ആ ആളുകളിൽ പലരും ഇന്ന് മുങ്കർ നക്കീറിന്റെ മുമ്പിലാണ്. പക്ഷെ മൗലവി മെല്ലെ മൂപ്പര സിമന്റ് പൂർവ്വമൊക്കെ ഒഴിവാക്കിയിട്ട് മെല്ലെ കാലുമാറുകയാണ്. കണ്ടോ നിങ്ങൾ സഹോദരങ്ങളെ, ഇതാണ് അയാളെ തെളിവിന്റെ ഊക്ക്. ഇതിന് തെളിവ് എന്നല്ല പറയാ, വെളിവും വെള്ളിയാഴ്ച ഇല്ല എന്നാ പറയാ. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകള്, അവിടുത്തെ വിയർപ്പ്, ഉമിനീര്, മുടി, അവിടുന്ന് ധരിച്ച വസ്ത്രം, ഇതെല്ലാം ബറക്കത്തുള്ളതാണ്. എന്നാൽ പണ്ട് ഞാനത് വിശദീകരിച്ചു പോണില്ല. അയാളെ തെളിവിന്റെ ആ സിമന്റ് പ്രൂഫ് ഉണ്ടല്ലോ, അതൊന്ന് ഉടച്ച് കൈ കൊടുത്തിട്ട് ബാക്കിക്ക് പോകാന്ന് കരുതിയതാണ്. എന്തൊരു മനുഷ്യനാണ് ഇയാളെ. ഇയാളെ കാര്യത്തിൽ ഞാൻ ചാലിയത്ത് ഒരാഴ്ച മുമ്പ് പ്രസംഗത്തിന് പോയപ്പോൾ അയാളെ പ്രസംഗം ഒന്ന് കേട്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി പണ്ട് കണ്ട മാതിരിയല്ല, നല്ല ലൂസ് കണക്ഷൻ ഉണ്ട്. പക്ഷെ ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമൊക്കെ റേഞ്ച് വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തോ ഒരു തെളിവാണ് അയാൾക്ക് ഉണ്ടാകുക. ഇനി അയാൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചില സ്വഹാബികളൊക്കെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് മൂപ്പര് സിമന്റ് പ്രൂഫ് വെച്ചു പറയട്ടോ, അത് ബർക്കത്തിനൊന്നല്ല. പിന്നെ മരിച്ച ബാപ്പാരെ ഓർക്കാൻ നമ്മൾ ബാപ്പാരെ മുടിയൊക്കെ എടുത്ത് വെക്കലില്ലേ, അങ്ങനെ ഓർക്കാൻ എടുത്തു വെച്ചതാണ് എന്നാണ് പണ്ട് സിമന്റ് പ്രൂഫ് വെച്ച് ഈ മനുഷ്യൻ പറഞ്ഞത്. ഒന്നുകൂടി കൃത്യമായിട്ടാ പറയുന്നത് കേട്ടോ. മൂപ്പര് ഭർത്താൻ എവിടെയും ചുളിവുണ്ടാവില്ല. ഏത് വിവരക്കേട് പറയുകയാണെങ്കിലും അതൊരു 1.5 പറച്ചിലാ പറയാ. എന്ത് തള്ളാണ് തള്ളണതെങ്കിലും യാതൊരു വൈമനസ്യം ഉണ്ടാവില്ല. നിസ്സങ്കോചം ആ തള്ളങ്ങ് തള്ളിവിടും. പിറ്റേ ദിവസം വന്ന് അതിനേക്കാൾ ഊക്കിലത് പിൻവലിച്ചു മാറ്റിപ്പറിക്കും. ഇതിനൊക്കെ അത്യാവശ്യം കണ്ടാമൃഗം തോൽക്കണ തൊലിക്കട്ടി വേണ്ടേ മതരംഗത്തെ? സഹോദരന്മാരെ നിങ്ങൾ നോക്ക്, കൃത്യമായി പറയണ അയാള് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച സഹാബത്ത് സ്വാദും സീനും ഇങ്ങനെ പല അക്ഷരങ്ങളുണ്ടല്ലോ. അപ്പോ മൂപ്പർക്ക് സ്വഹാബി അല്ല, മലയാള ബുക്ക് വായിച്ചതാ, സഹാബിയ. അയാൾ ഇവിടെ പകരുസ്താദ് ഒരു കിതാബിലെ ഇബാറത്ത് തെരയുന്നതൊക്കെ എത്ര ബാലിശമാണ് മുജാഹിദുകളെ. ആ ക്ലിപ്പൊക്കെ ഇട്ട് അലക്കുക എന്ന് പറഞ്ഞാലേ എന്ത് ആശയമാണ് അതിലുള്ളത്? അതിലേക്ക് ഞാൻ വഴിയെ വരുന്നുണ്ട്. എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന നല്ലോ ശ്രദ്ധിക്കണം. ഇനി ബാപ്പാന്റെ മുടിയും കൂടി എടുത്തുവെക്കുന്ന അയാൾ പറയുന്നുണ്ട്. ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കൂ സ്നേഹമുള്ള മക്കള് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാപ്പട്ട ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെയും കൊഞ്ഞു അത് ബാപ്പാന്റെ മുടിയേ. മുജാഹിദ് മരിച്ചാലേ, ഒരു മുജാഹിദ് കുട്ടിന്റെ ബാപ്പ മരിച്ചാലേ ബാപ്പാനെ ഓർക്കാൻ വേണ്ടിയിട്ട് എത്ര നൈസായിട്ട് അയാൾ ആ മുടിയേക്ക് വെച്ചോന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെ. അന്ന് അയാൾക്ക് ബറക്കത്തിനെ നിഷേധിക്കുകയായിരുന്നു ആവശ്യം.
എന്താ കാരണം? സിമന്റ് പ്രൂഫ് തെളിവിട്ടിട്ട. ആ സിമന്റ് പ്രൂഫ് തെളിവ് വെച്ചിട്ട് അയാൾ പറയാണ്, നമ്മളൊക്കെ ബാപ്പ മരിച്ച ബാപ്പാനെ ഓർക്കാൻ മുടിയെടുത്തക്കലില്ലേ? എൻ്റെ മുജാഹിദുകളെ, ഉളുപ്പില്ലാതെ അതും വിഴുങ്ങി എഴുന്നേറ്റ് പോയില്ലേ നിങ്ങൾ? എന്നിട്ട് അയാളെ വീണ്ടും നിങ്ങൾ തെരുവുകളിലൂടെ മതം പറയാൻ കൊണ്ടുനടക്കണില്ലേ? ഏത് വഹാബി തറവാട്ടിലാണ് മരിച്ചുപോയ മുത്തച്ഛൻ്റെ മുടി ഓർക്കാൻ എടുത്തു വെച്ചത്? അവനാന്റെ തലച്ചോറ്റിൽ എന്തെങ്കിലും ഒരു ചാണകെങ്കിലും ബാക്കി വേണ്ടേ വഹാബികളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ജാതി വയ്യാവേലികളെയൊക്കെ താങ്ങി നടക്കേണ്ട ഗതികേട് ഒരാൾക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗതികേടാണത്. ഇതിനെ ആരാധിക്കാനാ? അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യണ്ടെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല, സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം. അതാണ്. അപ്പൊ സ്നേഹം കൊണ്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബായി തങ്ങളുടെ മുടി എടുത്തു വെച്ചത്. അല്ലാതെ ആ മുടിയിൽ നിന്ന് ബറക്കത്തൊന്നും കിട്ടാനല്ല, മറ്റൊന്നും ലഭിക്കാനല്ല. ആര് പറഞ്ഞതാ? ബാലുശ്ശേരി പറഞ്ഞതാ. എങ്ങനെ പറഞ്ഞതാ? സിമന്റ് പ്രൂഫ് തെളിവ് കിട്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷേ സഹോദരന്മാരെ, ആ തെളിവിന്റെ കഥപ്പ് എവിടെയാ? പറഞ്ഞ മൗലവിക്ക് വെളിവും വെള്ളിയാഴ്ചയില്ല. ഇപ്പൊ അയാൾ നെഞ്ഞത്തടിച്ചിട്ട് പറയാണ്, അള്ളാന്റെ റസൂലിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. ആ ബറക്കത്തിനെ മുജാഹിദുകൾ നിഷേധിച്ചിട്ടില്ല. ഇനി മുടി കിട്ടി എന്ന് പറയുന്ന സഹാബികളില്ലേ, മുജാഹിദ് പ്രസ്ഥാനം നിഷേധിച്ചോ? അത് ഇസ്മും മുസമ്മിയൊത്ത മുജാഹിദ്. ഇതേ മൗലവിയാണ് നേരത്തെ ബർക്കത്തില്ല, മുടി എടുത്തു വെച്ചത് ബർക്കത്തിനല്ല എന്ന് പ്രസംഗിച്ചത്, സിമന്റ് പ്രൂഫ് തെളിവ് വെച്ചിട്ട്. ഇപ്പോ ബർക്കത്തുണ്ട് എന്ന് പറയുന്നതോ അതും സിമന്റ് പ്രൂഫ് തെളിവ് വെച്ചിട്ട്. ഇനി നാളെ ഇയാൾ തൊള്ളി കൂടെ എന്താ വരുന്നത് അത് പറയും, അതിനുണ്ടാവും സിമന്റ് പ്രൂഫ് തെളിവ്. ഇത് മൂന്നും വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യന്റെ പേരാണ് വഹാബി. സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, അയാൾ തുടരട്ടെ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ മുടിയിൽ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ സഹോദരാ, തിരുത്തണം. തിരുത്തിക്കുമെന്നാണ് പറയാനുള്ളത്. അതിനാ ഞങ്ങൾ ഈ പണിയെടുത്ത് കിടക്കണേ. കണ്ടങ്ങളെ, ബാപ്പാനെ ഓർക്കാൻ വേണ്ടി നമ്മളൊക്കെ മുടിയെടുത്തക്കലില്ലേ പെരീന്ന്? അങ്ങനെ സ്വഹാബിയാള് റസൂലുള്ളാന്റെ മുടിയെടുത്തച്ചതാന്നൊക്കെ പറഞ്ഞ് സിമന്റ് പ്രൂഫ് തെളിവ് വെച്ച് കാച്ചി നടന്ന് ആളുകളെ ചോറും തിന്ന് കൈമടക്കും വാങ്ങിപ്പോയ മനുഷ്യനാ. കൊല്ലം കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ വന്നിട്ട് നെഞ്ഞത്തടിച്ചു പറയാ ബർക്കത്തുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നബിയുടെ മുടിക്ക് മാത്രമുണ്ട്, ഉണ്ട്. സഹാബികൾ ആ മുടി കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്, ഉണ്ട്. മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല. ഇതും വിഴുങ്ങിയില്ലേ മുജാഹിദുകളെ നിങ്ങൾ? അല്ലേ? സിമന്റ് പ്രൂഫ് എന്നും പറഞ്ഞു കണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ആരാത് നിഷേധിച്ചത്? ഇതേ മനുഷ്യൻ. ആ മനുഷ്യൻ മുമ്പ് നിഷേധിച്ചു എന്ത് ബർക്കത്തില്ല. അപ്പൊ പിന്നെ സിമന്റ് പ്രൂഫ് തെളിവുകളുണ്ട് അവിടെ. ബുഖാരിയിൽ അടക്കണ്ട് ബർക്കത്തെടുത്തത്. അതൊക്കെ മൂപ്പരെന്താക്കി? വല്യാപ്പാന്റെ മുടി മുജാഹിദ് എടുത്തക്കലുണ്ട് എന്ന് പറഞ്ഞ് അയക്ക് ഈ മുടി വല്ല നൈസായിട്ടാണ് വെച്ചു കൊടുത്തത്. ഇപ്പൊ മൂപ്പർക്ക് ബർക്കത്തുണ്ട് എന്നാണ് പറയണ്ടേ. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു? മുജാഹിദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല എന്നുള്ള പച്ചക്കളവ് നൈസായിട്ട് അവിടെയും വെച്ചു കൊടുത്തേക്ക്. ഇതെല്ലാം വിഴുങ്ങിപ്പോവാൻ. എന്താണ് മുജാഹിദുകളെ നിങ്ങൾ ഈ ചെയ്യുന്നത്? ആരോടാ നിങ്ങൾക്ക് ഈ വൈരാഗ്യമുള്ളത്? ആരോടാ നിങ്ങൾ ഈ പക തീർക്കുന്നത്? സാധാരണക്കാരായി തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദ് സഹോദരങ്ങളോടല്ല ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് വാശിയോ വൈരാഗ്യങ്ങളോ ഇല്ല. എന്തുമാത്രം തെളിവുകളാണ് നിങ്ങളുടെ ആശയത്തിന്റെ അപകടം തിരിച്ചറിയാൻ നിങ്ങളുടെ മുമ്പിൽ അല്ലാഹു തന്നിട്ടുള്ളത്. എത്ര അനുഗ്രഹ മുജാഹിദ ഈ LCD അള്ളങ്ങൾക്ക് തന്നത്. നിങ്ങളെ പൂർവികർക്ക് ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മൗലവിമാരിങ്ങനെ ഈ കാല് മാറുന്നതും കോലം മാറുന്നതും മനസ്സിലാക്കാൻ കഴിയും വിധമുള്ള LCD കാണാൻ കഴിയാതെ മരിച്ചുപോയവരാ നിങ്ങളെ പൂർവികരെ. അവർക്ക് ഭാഗ്യമില്ലാതെ പോയി. നിങ്ങളെ കൺമുമ്പിൽ ഇതൊക്കെ കണ്ടിട്ടും അയാൾ ഇനി പിന്നൊരു ദിവസം വന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ സിമന്റ് പ്രൂഫാന്ന് പറയുമ്പോൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന മനുഷ്യ, എന്തൊരു ഗതികേടാ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്. ഇനി അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് ഡാഷ് വീണ്ടും മുന്നോട്ട് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെയൊക്കെ 60 സെക്കൻഡിൽ 60,000 ആശയം മാറ്റി പറയാൻ തൊലിക്കട്ടിയുള്ള ബാലുശ്ശേരി പറയണേ. നമ്മളെക്കുറിച്ച് അനുകൂലവും പറയുന്നത് നിങ്ങളാണ്, പ്രതികൂലവും പറയുന്നത് നിങ്ങളാണ്. ഇങ്ങനെ രണ്ടും നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലായിട്ടാണ്. ബർക്കത്ത് ഉണ്ട് പറഞ്ഞതും ഈ ഫുലാനാണ്, ഇല്ല പറഞ്ഞതും ഈ ഫുലാനാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണ് പ്രസംഗിച്ചത്, ഈ ഫുലാനാണ്. ഇപ്പം അങ്ങനെ പറയാത്ത ആളും ഈ ഫുലാൻ തന്നെയാണ്. പണ്ട് ബർക്കത്തില്ല എന്ന് പറഞ്ഞതും സിമന്റ് പ്രൂഫ് തെളിവ് വെച്ചിട്ടാണ്. ഇപ്പൊ ബർക്കത്തുണ്ട് എന്ന് പറയുന്നതും സിമന്റ് പ്രൂഫ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അനുകൂലങ്ങൾ തന്നെ, നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ തന്നെ. ഇതൊക്കെ കണ്ണാടിയിൽ നോക്കി പറയണ്ടേ സാധു? സെറ്റപ്പുള്ള ഒരു ആദർശങ്ങളെ കയ്യിലില്ലാത്തോണ്ടാണ്. അതാണ്, സെറ്റപ്പുള്ള ആദർശം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി പറയേണ്ടി വരില്ല, ഇങ്ങനെ തിരുത്തി പറയേണ്ടി വരില്ല. മരണം വരെ ഇങ്ങനെ മാറ്റിയും തിരുത്തിയും തല്ലുകൂടിയും കലഹം കൂടിയും കഴിച്ചുകൂട്ടേണ്ടതല്ല ഇസ്ലാമിന്റെ മതവിശ്വാസങ്ങള്. മരണം വരെ തീരുമാനമാകാതെ കൺഫ്യൂഷനുകളിലൂടെ കടന്നു പോകാനുള്ള ആശയങ്ങളല്ല റസൂലുള്ളയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. എന്നിട്ട് ഇനി വേറൊരു വിവരക്കേട് അയാൾ പറയാൻ. എന്താ പറയണ അറിയോ? അയാൾ ഇങ്ങനെ ഞാൻ വലിയ സിമന്റ് പ്രൂഫ് തെളിവൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് ആൾക്കാരോട് പറയണേ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി പരിശോധിച്ച് നോക്കി ഞാൻ പറയണത് തെളിവല്ലേ. വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ തെളിവ് ഉദ്ധരിക്കുന്നുണ്ടോ അത് പക്കയാണോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ബർക്കത്തില്ലാർന്ന കാലത്തെ തെളിവാണോ പക്ക, അല്ല ബർക്കത്ത് ഉണ്ട് അറിയുന്ന കാലത്തെ തെളിവാണോ പക്ക, അല്ല ഇത് രണ്ടും പക്കല്ല ഇനി വേറൊരു പക്ക 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വരുമോ വരൂല എന്നതിന് എന്താണ് ഗ്യാരണ്ടി? ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ മുജാഹിദെ? പൂങ്കാവനം കുഞ്ഞാപ്പൂനെ പോലെ തലയിലെങ്കിലും ഒരു കിടിനി വാക്കുണ്ടെങ്കിൽ ഇതൊക്കെ ചിന്തിക്കാൻ കഴിയില്ലേ? മനുഷ്യന്മാരോടാ പറയുന്നത്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഡോക്ടറെ അടുത്തുനിന്ന് നമ്മൾ മരുന്ന് പരിശോധനയൊക്കെ നടത്തി ഡോക്ടറുടെ കയ്യിൽ നിന്ന് മരുന്നിന്റെ കുറിപ്പടിയും വാങ്ങി വരിക. എന്നിട്ട് ആ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പിൽ പോയി വാങ്ങുന്നതിൻ്റെ മുമ്പ് ഈ രോഗി ഒന്ന് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ നടത്തുക. ഈ രോഗിൻ്റെ വക ആ മരുന്ന് ചീട്ടൊന്ന് പരിശോധിക്കുക, ഡോക്ടർ മരുന്ന് എഴുതിയിൽ പിഴവുണ്ടോ ഇല്ലേ. എൻ്റെ പൊന്നാര ചങ്ങാതി, സദസ്സിലുള്ള ആളുകൾക്ക് തെളിവുകൾ കമ്പയർ ചെയ്ത് സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തിനാ പൊന്നാരെ ഇഞ്ചാമ്പട വന്ന് ഈ അലറി വിളിച്ചു പോണത്? അത് ഓല് നോക്കിക്കോളൂലേ. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചാൻ്റെ ഒരു ഏർപ്പാട് എന്തിനാ വടെ? ഓലത് മാറ്റൊരച്ച് നോക്കി ഓല മതയിട്ട് നടന്നൂടൂലേ. അപ്പൊ എന്തൊരു വിവരക്കേടുകളായി പറയുന്നത്. എന്നിട്ടോ സഹോദരങ്ങളെ, എന്നിട്ട് ഇയാൾ പറയണേ ഇവിടെ ഭയങ്കര സംഭവം ഉണ്ടാകാൻ പോകട്ടോ. എന്താ? മൂപ്പര പ്രസംഗാണ്. ഇവിടെ പറഞ്ഞ ആളുകളെ ഞാൻ ഇവിടെ പ്രസംഗം കേൾപ്പിച്ചിട്ടാ മറുപടി പറയാ. ഇതൊരു 1.5 പ്രസംഗാണ്. എങ്ങനെ? ഇവിടെ ഞാൻ അങ്ങനെ ആള് പറഞ്ഞിക്കണ് ചെയ്തിക്കണ് അറിഞ്ഞാണ്ടൊന്നും പോകൂല. പിന്നെ ഞാൻ അയാളിവിടെ കേൾപ്പിച്ചിട്ടാ മറുപടി പറയാം. അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം, ശരിക്ക് കേൾക്കണം, ശരിക്ക് കാണാപ്പാടം പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇയാള് പുട്ടിന് തേങ്ങിടുന്ന പോലെ. പ്രത്യേകതയുണ്ട്. ഇന്ന ഉസ്താദ് പറഞ്ഞു എന്ന് പറയല്ല, ആ ഉസ്താദിനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. അതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രത്യേകതയായ അന്നത്തെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞതാണ്. എന്തേ? പ്രസംഗിച്ചു പോയ ഇവിടെ പ്രസംഗിച്ചു പോയത് പത്തപ്പരി ഉസ്താദാണ്. സ്വാഭാവികമായും അയാൾ പ്രതികരിക്കേണ്ടത് പത്തപ്പരി ഉസ്താദിനോടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും പത്തപ്പരി ഉസ്താദിന്റെ 2 മണിക്കൂർ അതിലധികമോ ഉള്ള വിഷയാവതരണത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അയാൾ ടച്ച് ചെയ്തൊക്കുമെന്നേ. അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ടതില്ലാത്ത 2 ക്ലിപ്പിന്റെ ശകലങ്ങൾ മാത്രമാണ് ആ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തിൽ നിന്ന് വിദ്വാൻ ഇവിടെ കേൾപ്പിച്ചത്. അതിലേക്ക് വഴിയെ ഞാൻ വരുന്നുണ്ട്. ആ ഉസ്താദ് ഇവിടെ പ്രസംഗിക്കും, ആ ഉസ്താദിന്റെ പ്രസംഗങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഇഞ്ചാൻ ക്ലിപ്പ് ഇട്ട് കൊടുക്കണ്ടേ? ഈ 2 ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആ 2.5 മണിക്കൂർ പ്രസംഗത്തിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള 2.5% ഉണ്ടോ മൗലവി? എന്നിട്ട് ആ പ്രസംഗത്തിന്റെ ക്ലിപ്പൊന്നും ഇടാതെ കണ്ണ് കുറുമ്പാടിന് ചോട്ടിലൂതണ പരിപാടിയല്ലേ മൗലവി ഇവിടെ നടത്തിയത്? ഞങ്ങൾക്ക് പ്രാസ്ഥാനികമായോ വിശ്വാസപരമായോ ഒരു യോജിപ്പുമില്ലാത്ത ഏതോ ചില ടീം നടത്തുന്ന കാടിളക്കിയ പ്രസംഗങ്ങളുടെ ശകലങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ആടിനെ പട്ടിയാക്കാനല്ലേ ശ്രമിച്ചത്? കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പരിപാടി. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ വിലയിരുത്തണം, സത്യസന്ധമായ ഓരോ വിഷയങ്ങൾ പഠിക്കണം. പറയുന്നത് എന്താ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും വേണം. നിങ്ങൾക്ക് എന്നെ മറക്കാം, നിഷ്ഠത്തെ മറക്കാം, എല്ലാം മറക്കാം, പക്ഷേ പോയിന്റ് മറക്കാൻ പാടില്ല. അതാണ് പോയിന്റ് മറക്കരുതേ. അടുത്ത കൊല്ലം മാറ്റി പറയുന്നത് ഓർമ്മ ഉണ്ടാകണമെങ്കിൽ ഇക്കൊല്ലം പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മ വേണം.
അത് ഓർമ്മല്ലാത്തതുകൊണ്ടാണ് വഹാബികൾ പിന്നെ ഇയാളെ താങ്ങി നടക്കുന്നത്. ഇയാൾ നല്ല സിമന്റ് പ്രൂഫ് തെളിവാ പറയാന്ന് പറയുമ്പോൾ അണ്ണാക്കൂടാതെ വിഴുങ്ങണത് അതുകൊണ്ടാണ്. അത് മാത്രം അയാൾ പറഞ്ഞത് മുജാഹിദീങ്ങൾ എങ്ങളൊന്ന് കാര്യഗൗരവത്തിലെടുക്കണം. ഈ പറഞ്ഞൊന്നും നിങ്ങൾ മറക്കരുത്. സ്വർഗത്തിലേക്കുള്ളതാണ് ഈ പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ഞാൻ എന്താവും എന്ന് പറയാൻ പറ്റില്ല. അത് കറക്റ്റാ. നാളെ അയാൾ എന്താവും എന്ന് പറയാൻ പറ്റൂല. ഏത് പ്രസ്ഥാനത്തിലേക്ക് പോകും പറയാൻ പറ്റില്ല. അതും കറക്റ്റാ. പക്ഷേ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നതൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ ചെറിയ പരിപാടിയൊന്നും ഇയാളെ കണ്ടാവില്ല. നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ് പോയിട്ട് അവിടുന്ന് എന്തോ വാങ്ങി വന്ന മാതിരി ആ ഡയലോഗ് കാച്ചുക. നിങ്ങളോട് കള്ളം പറഞ്ഞാലും ദീനിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല. അതാണ്. അപ്പം ബർക്കത്ത് ഉണ്ട് പറഞ്ഞതാണോ കള്ളം, ഇല്ല പറഞ്ഞതാണോ സത്യം? റസൂലുള്ള പച്ചയായ മനുഷ്യനാണ് പറഞ്ഞതാണോ കള്ളം, അല്ല സാധാരണക്കാരനല്ല ആണ് എന്ന് പറഞ്ഞാൽ കാഫിറാവെന്ന് പറഞ്ഞതാണോ കള്ളം? ഏനാപ്പി സിമന്റ് പ്രൂഫ് തെളിവുള്ളത്? എന്റെ വഹാബികളെ കഷ്ടകാലാണ്. ആര് നിങ്ങളെ ചതിച്ചാലും ദീനിന്റെ പേരിൽ നിങ്ങളെ ഞാൻ ചതിക്കില്ല. എന്റെ മൗലവി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ തിരുശേഷിപ്പ് സ്വഹാബത്ത് എടുത്തത് മുജാഹിദ് വല്യാപ്പാന്റെ മുടിയെടുത്തു വെച്ചുപോലെയാണ് എന്ന പച്ച നുണ പറഞ്ഞ് ന്യായീകരിച്ചത് വിശ്വസിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ശാരീരിക പ്രത്യേകത വിശ്വസിക്കാതെ മരിച്ചുപോയ മുജാഹിദുകൾ എത്രയുണ്ട്? നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ വിശ്വസിച്ച് കസേലയിട്ടിരുന്ന സാധാരണ മുസ്ലിമീങ്ങളില്ലേ? അന്ന് നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടിത്തന്ന പലരും ഇന്ന് പള്ളിക്കാട്ടിലേക്ക് എടുത്തില്ലേ? ആ പറഞ്ഞ മതവിരുദ്ധമായ ആശയങ്ങൾ ഇന്ന് നിങ്ങൾ തിരുത്തി പറയുമ്പോ നിങ്ങളുടെ കൂടെ മാറ്റി പറയാൻ ഇന്നും തയ്യാറാകാതെ നിൽക്കുന്ന മുജാഹിദുകൾ കേരളത്തിലില്ലേ? അവരെ നിങ്ങൾ ചതിച്ചതാണോ? അതല്ല അവരെ നിങ്ങൾ രക്ഷിച്ചതാണോ? എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളതാണ്. റസൂലും പറഞ്ഞു ഇത് തന്നെ. അതാണ് മുത്തുനബിന്റെ നേരെ അങ്ങേ എടോ വലൊക്കെ നിൽക്കണ ഒരു മഹാസംഭവമാണ് ഇയാൾ നാളെയാക്കി കരുതാണ്. അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് നുണ പറയില്ല. അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. ഈ ജാതി വായന്ന വിനയൊന്നും കാട്ടരുത്. ഈ സിമന്റ് പ്രൂഫൊക്കെ ആയിട്ട് നടക്കുന്ന ആള് ഇങ്ങനെ കട്ടിയുള്ള തെളിവും തലയിൽ ഏറ്റി നടന്ന് മുതുകൊടിയാൻ മാത്രം ഭാരമുള്ള മനുഷ്യൻ ഇങ്ങനെ തെറ്റുപറ്റുന്നൊക്കെ പറയാൻ പാടുണ്ടോ? എന്നാൽ പിന്നെ ആ തെറ്റുപറ്റാനുള്ളൊരു സാധ്യതയൊക്കെ അവിടെ ബാക്കി വെച്ചിട്ട് പോരെ ഈ സിമന്റ് പ്രൂഫ് തെളിവിന്റെ ഡയലോഗ് അടിക്കാൻ പോരെ സഹോദരങ്ങളെ? എന്നാൽ എൻ്റെ കവലയിൽ ഞാൻ എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കാലമായി ഈ നാട്ടിൽ ആലിമീങ്ങൾ പ്രഭാഷണം നടത്തുന്നു? ഇങ്ങനെ ഒരു കാലത്ത് റസൂലുള്ള സാധാരണക്കാരനാണ് എന്ന് സ്ഥാപിച്ച് 10 വർഷം കഴിഞ്ഞ് റസൂലുള്ള സാധാരണക്കാരനല്ല എന്ന് വിശദീകരിക്കുന്ന വൈരുദ്ധ്യങ്ങള് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആശയത്തിലുണ്ടോ? സഹോദരങ്ങളെ, ഇത് സംഘടനാ വൈരാഗ്യമല്ല, ഇത് വ്യക്തി വൈരാഗ്യമോ താല്പര്യങ്ങളോ അല്ല. നിങ്ങളുടെയൊക്കെ വിശ്വാസങ്ങളെ കൊണ്ട് കുരങ്ങ് കളിക്കുന്ന വഹാബി പൗരോഹിത്യത്തോട് ഞങ്ങൾക്ക് ഈർഷ്യതയുണ്ട് എന്നത് ശരി തന്നെയാണ്. അവരോട് ഞങ്ങൾക്കൊരു കോംപ്രമൈസും ഇല്ല എന്നതും ശരിയാണ്. അവർക്കു നേരെ സന്തോഷത്തിന്റെ മുഖം തിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നതും സത്യമാണ്. എന്നാൽ തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദുകള് നിങ്ങളുടെ മുന്നിൽ എത്രയോ അനുഭവങ്ങൾ സാക്ഷിയായി നിൽക്കുന്നില്ല. ഇന്നലെ ഒന്ന് പറഞ്ഞവർ, നാളെ ഒന്ന് പറഞ്ഞവർ, മറ്റന്നാള് എന്തു പറയുമെന്ന ഗ്യാരണ്ടിയില്ല അവരുടെ പിറകെ നിങ്ങൾ അണിനിരന്നിട്ടുള്ളത്. ഇനി ഇതാണ് ഇപ്പൊ മൂപ്പര തെളിവിന്റെ കൊലം എന്ന് പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരു മാന്യദേഹം എന്ന് മര്യാദന്റെ മലയാളത്തിൽ നമുക്ക് പറയാമെന്നല്ലാതെ ഇനി അദ്ദേഹത്തിന്റെ അടുത്ത ഡയലോഗ് കേൾക്കാം. അതെന്താണ്? അല്ലാഹ് ഇവിടെയുള്ള പോപ്പുലർ ഫണ്ടുകാരോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ സുന്നിയാള് തീരെയുമോ അള്ളാനെ പരിചയപ്പെടുത്തുന്നവരല്ല. അള്ളാനെ പരിചയപ്പെടുത്താനുള്ള ഭാഗ്യമുള്ള കൂട്ടക്കാരാരാണ്? മുജാഹിദുകൾ മാത്രമാണ് എന്നാണ് മൗലവി വിശദീകരിക്കുന്നത്. മുജാഹിദുകളുടെ മാത്രം പ്രത്യേകതയാണ് അള്ളാഹിനെ കുറിച്ച് പറയാൻ. അത് ശരിയാട്ടോ.
കാരണം എന്താ നിങ്ങൾ ഓൽക്ക് ആഴ്ചക്ക് വീതം ഓരോ തരം അള്ളയാണ്, മാസങ്ങൾ വീതം ഓരോ രീതിയിലുള്ള ദൈവമാണ്. അതുപോലെ ഓരോ പ്രസിദ്ധീകരണം ഇറങ്ങുമ്പോൾ അതിൽ ഓരോ കോലത്തിലെ ദൈവവിശ്വാസങ്ങളാണ്. അതുകൊണ്ട് ഓലെപ്പോലെ ദൈവത്തെ പരിചയപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ ആളുകള് മുസ്ലിമീങ്ങളുടെ ഭാഷയിൽ, പരലോകത്ത് വിശ്വാസമുള്ള മനുഷ്യന്റെ ഭാഷയില് നിർഭാഗ്യം കിട്ടിയ മനുഷ്യർ ലോകത്ത് വേറെ ഇല്ല. ഈ ഭാഗ്യം വേറുള്ളവർക്കൊന്നുമില്ല. അത് കറക്റ്റാ. വഹാബികളെ പോലെ ദൈവത്തെ പരിചയപ്പെടുത്താൻ ഭാഗ്യം കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ നിർഭാഗ്യം കിട്ടിയ ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്ന വേണം. NDF-നില്ല, ജമാഅത്തെ ഇസ്ലാമിക്കില്ല, ആർക്കില്ല. സത്യല്ലേ? ആണ്. അതൊക്കെ സത്യ. അള്ളാഹിനെ പരിചയപ്പെടുത്തി ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എത്ര പ്രസംഗം നടത്തിയിട്ടുണ്ട് ചിന്തിച്ചു നോക്കി. ചിന്തിക്കാൻ വേണ്ടി മാത്രം. രാഷ്ട്രീയം നമ്മൾ എല്ലാരേക്കാൾ ഒരു പറയുന്നുണ്ട്, ഞാൻ സമ്മതിച്ചു, ഒരു സംശയമില്ല. പരലോകത്തെ രക്ഷപ്പെടുന്നത് വളരെ കുറവ്. ഇഹലോകത്തെ രക്ഷ, ഫാസിസത്തെ എങ്ങനെ നേരിടണം, ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, പിണറായി വിജയന്റെ സർക്കാരിനോട് എന്ത് സമീപനം ഉണ്ടാവണം, ഇതുകൊണ്ട് ദുനിയാവ് ചിലപ്പോൾ നന്നായി എന്ന് വരാം. ആഖിറോ അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് പറയാൻ ഒരുപാട് ആളുണ്ട്. എന്നാൽ ആഖിറം പറയാൻ വഹാബികളല്ലാതെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇനി അയാൾ കുറേ പൊടിപ്പും തൊങ്ങലും വെച്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങള്, എൻ്റെ സദസ്സിലിരിക്കുന്ന വ്യത്യസ്ത പ്രായക്കാരായ മനുഷ്യരില്ലേ, ഈ കവലകളുടെ ചുറ്റുഭാഗങ്ങളിൽ എന്നെ കേൾക്കുന്ന വിവിധ പ്രായക്കാരായ മനുഷ്യരില്ലേ, എത്ര കാലമായി രാജ്യത്തെ ആലിമീങ്ങൾ നിങ്ങൾക്ക് അല്ലാഹനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ ആളുകൾ പരിചയപ്പെടുത്തി തന്ന അല്ലാഹ് ഏതാണ്? അത് ഖുർആൻ പരിചയപ്പെടുത്തിയ അല്ലാഹയാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു അതാ കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഈ ലോകത്തെ അണ്ടകടാഹങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരസഹായങ്ങളില്ലാതെ അടക്കി ഭരിക്കുന്ന അജയ്യ ശക്തിയാണ് അല്ലാഹ്. ഇതല്ലേ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന അല്ലാഹു? അതല്ലേ ഇന്നലകളിൽ നമ്മുടെ പൂർവികരായ ആളുകൾ വിശ്വസിച്ച അല്ലാഹു? അതല്ലേ ഖുർആൻ ഹബീബായ തങ്ങളോട് പരിചയപ്പെടുത്താൻ പറഞ്ഞ അല്ലാഹു? ഖുൽ ഹുവല്ലാഹു അഹദ. അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്. അവൻ സ്ഥലങ്ങളെയോ ഇടങ്ങളെയോ അതുപോലെ സന്താനങ്ങളെയോ സമയകാല ദേശങ്ങളെയോ ഒന്നുമേ തന്നെ ആശ്രയിക്കുന്നവനല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ. ആ പടച്ച തമ്പുരാനായ സൃഷ്ടാവ് സകലാർത്ഥത്തിലും സകലമാന സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. ഇതല്ലേ നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹ്? ഇതല്ലേ ഇന്നലകളിൽ നമ്മുടെ പൂർവികർ വിശ്വസിച്ച അല്ലാഹ്? ഇതല്ലേ അടുത്ത തലമുറയിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാനുള്ള അല്ലാഹ്? കേരളത്തിൽ പ്രധാനപ്പെട്ട 4 സുന്നി ഉലമാ സംഘടനകളുണ്ട്. ഒന്ന് തെക്കൻ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദക്ഷിണ കേരളയാണ്, മറ്റൊന്ന് സമസ്ഥാനയാണ്, മറ്റൊന്ന് സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങളുടെയും മറ്റൊന്ന് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇവർക്കൊക്കെ വ്യത്യസ്തമായ പാഠ്യപദ്ധതികളും കരിക്കുലങ്ങളും മതകലാലയങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അല്ലാഹനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹുവിലുള്ള വിശ്വാസമെന്നാണ്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. എത്ര കാലമായി ഇതിവിടെ പാടാൻ തുടങ്ങിയിട്ട്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ വഹാബികൾക്ക് അല്ലാഹനെ പരിചയപ്പെടുത്താൻ കിട്ടിയ ഭാഗ്യക്കേട് കേൾക്കണോ? ഇതുപോലെ വഹാബികളുടെ ഒരു സദസ്സിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് വ്യത്യസ്ത പ്രായക്കാരുള്ള മുജാഹിദുകളുടെ മുമ്പില് മുജാഹിദിന്റെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് മുജാഹിദായി പോയ ആളുകളോട് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ എത്ര രീതിയിൽ ദൈവവിശ്വാസം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ നൃത്തത്തിൽ ഒരു 35 കോലം എനിക്ക് പറയാൻ കഴിയും. വെറുതെ പറയല്ല. കേരളത്തിൽ വഹാബി പ്രസ്ഥാനത്തിന് അസ്ഥിവാരമിട്ട നേതാക്കൾ ഇവിടെ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ് ഫതാവൽ മനാർ എന്ന് പറയുന്നത്. ആ ഫതാവൽ മനാറിന്റെ കോപ്പിയാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ ആ അല്ലാഹനെ അവർ പരിചയപ്പെടുത്തിയത് മുഖ്യധാര മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തെ പൊരുത്തപ്പെടും വിധമാണ്. അല്ലാഹ്ക്ക് അവയവണ്ടെന്ന് പറഞ്ഞാൽ, കൈയുണ്ടെന്ന് പറഞ്ഞാൽ, കാലുണ്ടെന്ന് പറഞ്ഞാൽ, ആസനമുണ്ടെന്ന് പറഞ്ഞാൽ
അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറാണ് എന്നാണ് 50കളിൽ വഹാബി പുരോഹിതന്മാർ ഇവിടെ അള്ളാനെ പരിചയപ്പെടുത്തിയത്. അതുപോലെ 1930കളിൽ വക്കം മൗലവി അള്ളാഹ്ക്ക് സ്ഥലകാലങ്ങളൊന്നുണ്ട് പറയാൻ പാടില്ല, അള്ളാഹ് ആകാശത്തോ കടലിലോ കരയിലോ മലയിലോ എന്നൊന്നും പറയാൻ പാടില്ല എന്ന് വക്കം മൗലവി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ വഹാബികൾക്ക് അള്ളാഹുവിന് അവയവങ്ങളുണ്ട്. ആ വഹാബികളുടെ ദൈവം ഒരു വിഗ്രഹ സമാനമായ രൂപഭാവങ്ങളാണ്. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഫതാവൽ മനാറിൽ ഇപ്പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി വഹാബികൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് ഏതൊക്കെ രീതിയിലുള്ള വിഗ്രഹ വിശ്വാസങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ബാലുശ്ശേരി മൗലവി ഏതെങ്കിലും ദിവസം ഇവിടെ കാലുകുത്തുന്നുണ്ടെങ്കിൽ, നട്ടെല്ലിനു പകരം ഒരു വാഴപ്പിണ്ടി ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് ഒരേ ഒരു രീതിയിലുള്ള വിശ്വാസമല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾ പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ പോരാ. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് അൽമനാർ അടക്കമുള്ള വഹാബി കൃതികളെ വെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ തന്നെ ആകണമെന്നില്ല. 10 മുസ്ലിമീങ്ങളും 10 മുസ്ലിമീങ്ങളും 10 വഹാബികളും 10 സുന്നികളും ഒരു മേശക്ക് ചുറ്റും ഇരുന്നിട്ട് കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലത്തെ വഹാബി പ്രസിദ്ധീകരണം മലയാളത്തിലും അറബി മലയാളത്തിലുമുള്ളത് വായിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള അള്ളാഹ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാകണം. ഇത് വെറുതെ പറയല്ല. ഇന്നത്തെ വഹാബികളുടെ ദൈവത്തിന് കയ്യും കാലും ഒക്കെ ഉണ്ട്, അന്നത്തെ വഹാബികളുടെ അള്ളാഹ്ക്ക് അതൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതൊരു വലിയ വൈരുദ്ധ്യാണല്ലോ. അന്ന് പറഞ്ഞത് അവയവം ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നാണ്, എന്നാൽ ഇന്ന് വഹാബികൾ കയ്യും കാലൊക്കെ ഉണ്ട് അവയവുണ്ട് എന്നാണല്ലോ പറയണത്. ഇത് നമ്മൾ അങ്ങാടികളിലൂടെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു മുജാഹിദ് മൗലവി വളരെ റിസ്ക് എടുത്തിട്ട് അതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നു. ഈ ഒലക്കയും പാന്തൊക്കെ ഏച്ചൂട്ട, ഞങ്ങളെ നിലമ്പൂർ ഭാഗത്തൊക്കെ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, തമ്മിൽ ഫിറ്റാകാത്ത രണ്ടെണ്ണം ഏച്ചൂട്ടണി ഒലക്കയും പാന്തും ഏച്ചൂട്ടുക എന്ന് പറയും. അങ്ങനെ ഏച്ചൂട്ടി അവിടെ ഇങ്ങനെ മുഴച്ചിരിക്കും. അപ്പോ സക്കരിയ സ്വലായി എന്ന് പറയുന്ന മൗലവി വന്നിട്ട് പറയണേ, ഫതാവൽ മനാറിൽ അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാകുമെന്ന് പറഞ്ഞതും ശരിയാണ്. പക്ഷേ ഞങ്ങളാരും അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കയ്യും കാലും ഉണ്ട് എന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് സക്കരിയ സ്വലായി പറയുന്ന ന്യായീകരണം. 1952 അൽമനാറിൽ പറഞ്ഞിരിക്കുന്നു, അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ പറയുന്നവർ മുബ്തദി കാഫിറുകളാണ്. അതാണ് അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞാല് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാഫിറായ പുത്തൻവാദിയാണ്. ഇനിയിപ്പോൾ ഈ അവയവം എന്നുള്ള മലയാള വാക്കിന് നമ്മൾ തല്ലൂടണോ? നിങ്ങളിവിടെ പണിക്ക് വന്ന ബംഗാളികളോട് ചെന്ന് ചോദിച്ചോക്കാണി, അല്ല ചങ്ങായി ഈ അവയവം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ കാട്ടിത്തരും, അങ്ങനെ കാട്ടിത്തരും. ഇതൊക്കെയാണ് ആ സാമാനങ്ങൾ അല്ലേ? നമ്മളെ നാട്ടിലെ ബംഗാളികൾ പറഞ്ഞു തരൂലേ? എന്നിട്ട് അത് വെച്ചിട്ടാണ് ന്യായീകരിക്കുന്നത്. അവിടെ ശരീരവും അവയവേ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞാൽ പോരെ ചോറുന്നോൽക്ക് അത് കയ്യും കാലൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ. ഇയാളെ കൈയുണ്ട് എന്നും കൂടി അങ്ങ് കൂട്ടി, അങ്ങനെയാണല്ലോ, തട്ടിപ്പാണല്ലോ. കണ്ടങ്ങളെ അവയവം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കയ്യും കാലൊക്കെയാണ് എന്ന് മനസ്സിലാക്കലാണോ തട്ടിപ്പ്? അല്ല, അവയവം എന്ന് പറഞ്ഞാൽ അത് വാഴക്കൊലയാണ് എന്ന് മനസ്സിലാക്കലാണോ തട്ടിപ്പ്? മനുഷ്യന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞിട്ടിക്കാണേ, ഇത് മനസ്സിലാക്കാൻ മുസ്ലിം ആകണോ? ഇനി വേറൊരു മൗലവി വന്ന് ന്യായീകരിക്കുകയാണ്, ഞങ്ങള് അവയവമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ എവിടെയെങ്കിലും അവയവമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് കാണിച്ചേരിന്നാണ് വേറൊരു മൗലവിന്റെ വെല്ലുവിളി. എന്നിട്ട് അയാൾ പറയാ, ഇവര് ആദ്യം പറഞ്ഞു അല്ലാഹു തആലാക്ക് അവയവമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാകും. 1950 അൽമനാറിലുണ്ട്. ശരിയാണ്, അതിലുണ്ട്. ഉണ്ടേ. അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് പറഞ്ഞാൽ കാഫിറാകുമെന്ന് ഇവരുടെ പൂർവിക പുരോഹിതന്മാര് പണ്ട് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പൊ അവരുടെ ദൈവത്തിന് കയ്യും കാലൊക്കെ ഉണ്ട്. അള്ളാഹ്ക്ക് അവയവുണ്ട് വിശ്വസിച്ചാൽ കാഫിറാകും, അല്ലാഹു തആലക്ക് ജഡമുണ്ട് വിശ്വസിച്ചാൽ കാഫിറാകും എന്ന് അൽമനാർ എഴുതി. എന്നിട്ട് മൂപ്പര് പറയാ, അപ്പൊ അന്ന് മുജാഹിദിന്റെ അള്ളാഹ്ക്ക് അവയവങ്ങളില്ല, കയ്യും കാലൊന്നുമില്ല, അപ്പോഴാണല്ലോ അവയവം ഉണ്ടാകുക. മുജാഹിദ് അള്ളാഹ്ക്ക് ജഡമില്ല. അത് കഴിഞ്ഞ് 2007 ആയപ്പോൾ മുജാഹിദുകൾ യോഗം കൂടി തീരുമാനിച്ചത് പറഞ്ഞു, അള്ളാഹ്ക്ക് 2 കൈയുണ്ട്. നഊദുബില്ലാ.
അപ്പൊ എന്തായി? അന്ന് പറഞ്ഞു അവയുണ്ട് വിശ്വസിച്ച കാഫിർ, ഇപ്പൊ പറഞ്ഞതാ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, അപ്പൊ നിങ്ങൾ കാഫിറായില്ലേ? ആകണ്ടേ? അള്ളാഹ്ക്ക് അവയുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോ, അത് കാണിക്ക്. അതാണ് അള്ളാഹ്ക്ക് അവയവുണ്ട് എന്ന് എന്നെ പറയണോ ചങ്ങാതിമാരെ? ചക്ക എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ പിലാകുമ്പണ്ടായ കായ് എന്ന് പറഞ്ഞാൽ പോരെ? ഈ സാധനം ഒന്നല്ലേ? എന്തൊരു വിവരക്കേടാണ് ഈ പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല, സാക്ഷാൽ അള്ളാഹുവിന് അവയവമുണ്ടെന്നു തന്നെ മൗലവിമാർ ഈ രാജ്യത്ത് പച്ചക്ക് പ്രസംഗിച്ചു പോയതാണ്. സക്കരിയ സ്വലായി തന്നെ പറയണേ, അള്ളാഹുവിന് ജഡമൊന്നുമില്ല, പക്ഷെ അവയവമുണ്ട്. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ടെന്നും അള്ളാഹ്ക്ക് ആകൃതി ഉണ്ടെന്നും ഒക്കെ മുജാഹിദുകൾ വിശ്വസിക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആണേ, അള്ളാഹ്ക്ക് അവയവമുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. അതായത് അവയവമുണ്ട് അള്ളാഹ്ക്ക് എന്ന് മുജാഹിദുകൾ പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതും ശരിയാണ്. ഇനി അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ് എന്നാ മൗലവിന്റെ അടുത്ത ഡയലോഗ്. അത് ഖുർആനിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇല്ല മുസ്ലിമീങ്ങള്, അള്ളാഹ്ക്ക് അവയവങ്ങളില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു പഞ്ചേന്ദ്രിയങ്ങളുടെ പരസഹായങ്ങളില്ലാതെ ഈ അണ്ടകടാഹം അടക്കി ഭരിക്കുന്ന ജയ്യനായ പദാവിയായ റബ്ബാണ്. ഇനി നിങ്ങൾ നോക്ക്, ഇതാണ് ഇപ്പൊ ഒരു കഥ. ഇനി ഒരു മൗലവി വന്ന് പ്രസംഗിക്കാണ്, അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് പറയാൻ പാടില്ല, പക്ഷേ അള്ളാഹ്ക്ക് കൈ വലത്തുണ്ട്. ഇനി നിങ്ങൾ ബംഗാളിനോട് പോയി ചോദിച്ചു നോക്കി, ഈ വലത്തെന്താണ്? ബംഗാളി പറഞ്ഞു തരും, അത് ഭാഗാണ്. അവന്റെ 2 കൈകളും വലതാണ്. പാകെന്ന് പറയാനോ അള്ളാഹ്ക്ക് രൂപം പറയാനോ ഒന്നും നമ്മളില്ല. എന്തോ ഒരു നിഷ്കളങ്കൻ. അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് പറയാനൊന്നും നമ്മളില്ല, ഭയങ്കര മുത്തക്കിയാണ്. ഇനി അയാൾ പറയുന്നത് അള്ളാഹ്ക്ക് വലത്ത് കൈയുണ്ട് എന്നാണ്. പിന്നെ 2ഉം വലതാണ്. അതന്നെയാ പൊന്നാര ചങ്ങായി ഈ ഭാഗം എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ പണിക്ക് വന്ന ബംഗാളിയോട് ചോദിച്ചു നോക്ക്.